ഹാംസബാൻ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് പ്രൊഡ്യൂസർ ഒരിക്കലും ജപ്പാനിലൊരു ട്രിപ്പിന് പോയപ്പോഴാണ് ആ സമയത്ത് ജാപ്പനീസ് കിഡ്സിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോനെ കുറിച്ച് കാണുന്നത്. ഈ ഷോയുടെ പേരാണ് സൂപ്പർ സെൻറ്റായി. സൂപ്പർ സെൻറ്റായുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇറങ്ങുന്നത് 1975 അന്ന് മുതൽ മൂന്നോ അതിൽ കൂടുതലോ സൂപ്പർ ഹീറോസ് ഉണ്ടായിരിക്കും. അവർ ഡിഫറെൻറ്റ് കളർ ഓഫ് കോസ്റ്റ്യൂംസ് ആണ് ഇടുന്നത്. ഇതിൽ റെഡ് ആയിരിക്കും ലീഡർ. പക്ഷേ ഈ ഷോ ഒരു 2 വർഷം നിർത്തിവെക്കും. അതിന് കാരണം എന്ന് പറയുന്നത് മാർവലാണ്. മാർവൽ ഈ ക്രിയേറ്റേഴ്സായിട്ട് ടൈപ്പ് ചെയ്തിട്ട് സ്പൈഡർമാൻ്റെ ഒരു ഷോ ജാപ്പനീസിൽ ഇറക്കാനുള്ളൊരു പ്ലാൻ ചെയ്യും. അതിൽ മെയിൻ തീം എന്ന് പറയുന്നത് പീറ്റർ പാർക്കർ അല്ല സ്പൈഡർമാനെ പ്ലേ ചെയ്യുന്നത്. അതിൽ പ്ലേ ചെയ്യുന്നത് ടൈക്യുയ യാമഷിറോ എന്ന് പറയുന്ന ക്യാരക്ടറാണ് മെയിൻ ക്യാരക്ടർ. ഇങ്ങനൊരു ജായൻ്റ് ആയിട്ടുള്ളൊരു വലിയൊരു ട്രാൻസ്ഫോം ചെയ്യുന്നൊരു റോബോട്ടിനെ കിട്ടും. സോ ഇത് വെച്ചിട്ട് വില്ലന്മാരെ ഫൈറ്റ് ചെയ്യുന്നതാണ് ഈ സ്റ്റോറിയുടെ ഒരു തീം. സോ ഈ സ്പൈഡർമാൻ്റെ ഷോ അവസാനിച്ചതിന് ശേഷം അവർ വീണ്ടും സൂപ്പർ സെൻറ്റായി ടെലികാസ്റ്റ് ചെയ്യും. അപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആ സ്പൈഡർമാൻ്റെ ഉണ്ടായിരുന്ന ജായിൻറ്റ് റോബോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ജായിൻറ്റ് റോബോട്ട് എന്നുള്ളൊരു തീം അവർ വീണ്ടും ഈ സൂപ്പർ സെൻറ്റായിൽ ഉപയോഗിക്കും. സോ ഇതിൻ്റെ തീമൊക്കെ കണ്ടപ്പോൾ ഈ നമ്മുടെ ഹോളിവുഡ് പ്രൊഡ്യൂസറിന് തോന്നി ഇതെന്തുകൊണ്ട് വെസ്റ്റേണിലേക്ക് റീമേക്ക് ചെയ്തുവിടാന്ന്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹോളിവുഡ് റൈറ്റ്സ് വാങ്ങുന്നത്. എന്നിട്ട് ആദ്യം മേക്ക് ചെയ്യുന്നത് ഈ സെൻഡായുടെ ഒരു ബയോമാൻ എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. അതിൻ്റെ ഒരു റീമേക്കാണ് ആദ്യം നടത്തുന്നത്, ബയോമാൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് വിചാരിച്ച അത്ര ഒരു വിജയം കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് ഫോക്സ് കിഡ്സ് എന്ന് പറയുന്ന ഒരു ചാനലായിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു പുതിയൊരു ഷോ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തു. ആ ഷോയുടെ പേരാണ് പവർ റേഞ്ചേഴ്സ് മൈറ്റി മോർഫിൻസ് പവർ റേഞ്ചേഴ്സ് വലിയൊരു ഹിറ്റായി മാറുക തന്നെ ചെയ്തു. കാരണം അതിലെ ക്യാരക്ടേഴ്സൊക്കെ ഒരുവിധം ലൈക്കബിൾ ആയിരുന്നു. പിന്നെ ആ ഷോയുടെ തീം ഹോളിവുഡിൽ അതുവരെ കണ്ട ഷോസായിട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. സോ അത് ഭയങ്കര ഹിറ്റായി തന്നെ മാറി. ഈ ഷോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായത് 5 പവർ റേഞ്ചേഴ്സാണ്. അതിൽ റെഡ്, ബ്ലാക്ക്, ബ്ലൂ, യെല്ലോ, പിന്നെ പിങ്ക്. ഈ ഷോയിൽ പിന്നീട് ഒരു റേഞ്ചർ കൂടി വരും. അത് ഈവിളായിട്ടാണ് ആദ്യം വരുന്നത്, ഗ്രീൻ റേഞ്ചർ. പിന്നീട് ഗ്രീൻ റേഞ്ചർ നല്ല റേഞ്ചർ ആവുന്നുണ്ട്. പിന്നീട് ആ ഗ്രീൻ റേഞ്ചറിൻ്റെ പവർ പോകുമ്പോൾ വൈറ്റ് റേഞ്ചറായിട്ടും മാറുന്നുണ്ട്. സോ അങ്ങനെ ഈ ഗ്രൂപ്പിൽ 6 മെമ്പേഴ്സ് പവർ റേഞ്ചേഴ്സായിട്ട് മാറുന്നുണ്ട്. സോ ഈ ഷോ ഒരു 3 സീസൺ ഓടിയിട്ടുണ്ട്. ഇതിന് ശേഷം പിന്നീട് ഒരുപാട് പവർ റേഞ്ചേഴ്സിൻ്റെ ഷോസ് വന്നിട്ടുണ്ട്. പവർ റേഞ്ചേഴ്സ് സ്പേസ്, പവർ റേഞ്ചേഴ്സ് സീറോ, പവർ റേഞ്ചേഴ്സ് ടർബോ. പിന്നീടാന്ന് തോന്നുന്നു നമ്മളിൽ പലരൊക്കെ കണ്ടു വളർന്നുള്ള ഷോസൊക്കെ ഇറങ്ങിയത് പവർ റേഞ്ചേഴ്സ് ഡൈനോ തണ്ടർ, പവർ റേഞ്ചേഴ്സ് മിസ്റ്റിക് ഫോഴ്സ്, SPD, ജംഗിൾ ഫ്യൂരി. പിന്നീട് 2017 അങ്ങോട്ടാണ് ലാസ്റ്റ് സീരീസ് വരുന്നത്, പവർ റേഞ്ചേഴ്സ് നിഞ്ച സ്റ്റീൽ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം പിന്നീട് പവർ റേഞ്ചേഴ്സ് കോസ്മിക് ഫ്യൂരി ഇറങ്ങിയത് നെറ്റ്ഫ്ലിക്സിലാണ്. അതിനുശേഷം അവർ പണ്ടത്തെ മൈറ്റി മോർഫിൻ്റെ തന്നെ ഒരു 2ാം ഭാഗം പോലെ 30th ആനിവേഴ്സറി എന്ന് പറഞ്ഞ പോലെ ഒരു ഷോ ഇറക്കിയിട്ടുണ്ടായിരുന്നു, പവർ റേഞ്ചേഴ്സ് മൈറ്റി മോർഫിൻസ് വൺസ് ആൻഡ് ഓൾവേസ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിൽ 2017 ഒരു മൂവി ഇറക്കിയിട്ടുണ്ടായിരുന്നു പവർ റേഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അത് കുറച്ചും കൂടി ഹോളിവുഡ് ലെവലിൽ ഒന്ന് സക്സസ് ആവാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ്. പക്ഷേ അത് ഒരു സക്സസ് ആയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പവർ റേഞ്ചേഴ്സിൻ്റെ പ്ലാൻസ് ഒന്നും പുതിയത് വന്നിട്ടില്ല. പക്ഷേ പവർ റേഞ്ചേഴ്സിൻ്റെ ഒറിജിനലായ സൂപ്പർ സെൻറ്റായി ഇപ്പോഴും സ്റ്റിൽ റണ്ണിങ് ആണ്. സോ നമുക്ക് പവർ റേഞ്ചേഴ്സിൻ്റെ ഒരു നല്ലൊരു സീസൺ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു നെറ്റ്ഫ്ലിക്സിൻ്റെ കീഴിൽ. സോ എൻ്റെ ഫേവറേറ്റ് പവർ റേഞ്ചേഴ്സ് എന്ന് പറയുന്നത് പവർ റേഞ്ചേഴ്സ് SPD, മിസ്റ്റിക് ഫോഴ്സ് ഒക്കെയാണ്. സോ നിങ്ങളുടെ ഏതാണെന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ചാനൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.